ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ലേക്കിന്റെ സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ നല്ല സ്നോയാ. ഇന്ന് ഇവിടെ -2 ഡിഗ്രീസ് ആണ് ടെമ്പറേച്ചർ. അതുകൊണ്ട് ഇവിടെ അധികം ക്യാമ്പേഴ്സ് ഒന്നും ഇല്ലെന്ന്. ക്ലൗഡിയാ ഇന്നത്തെ വെതർ. ഇപ്പൊ ഈ മൗണ്ടൻ ഒന്നും കാണാൻ പറ്റില്ല, അതേപോലെ ക്ലൗഡിയായി. ഇവിടെ റെയിനിങ് ആയിരുന്നു ഓൾ നൈറ്റ്. ഹൗസസ് ഒക്കെ നോക്കി. ആ ഹൗസസിൻ്റെ ഒക്കെ വ്യൂ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ മൗണ്ടൻ്റെ അടിയിൽ ലേക്കിൻ്റെ തീരത്ത് ചെറിയ മഞ്ഞും ക്ലൗഡൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ കാറ്റൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നണത് ചുറ്റും ഇങ്ങനെ മൗണ്ടൻസ് കാരണം കാറ്റടിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊരു കുഴിഞ്ഞ താഴ്വര പോലെയുള്ള സ്ഥലമല്ലേ. സ്നോയുടെ ഒപ്പം ഒന്ന് ചെറുതായിട്ട് മഴയും കൂടെ ഉണ്ട്. അതാണ് ഈ സൗണ്ട് കുടയിലോട്ട്. ഇപ്പം മോട്ടോർ ഹോം പാർക്ക് ചെയ്തേക്കണേ കുറച്ച് ഉള്ളിലോട്ടൊരു സ്ഥലത്താണ്, ലേക്കിൻ്റെ അടുത്ത്. മെയിൻ റോഡിലോട്ട് എത്തണമെങ്കിൽ ഇത്തിരി നടക്കണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് ഗ്രിൻഡൽവാൾഡിലോട്ട് ഒരു മോട്ടോർ ഹോം ഡ്രൈവ് രാവിലെ പോകാമെന്ന്. ഗ്രിൻഡൽവാൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിസ് ആൽപ്സിൻ്റെ വൺ ഓഫ് ദി ബേസ് ക്യാമ്പാണ്. പക്ഷേ ഇന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ ഭയങ്കര മഞ്ഞ് പുറത്ത്. ഭയങ്കര മഞ്ഞല്ല, ഒരുവിധം മഞ്ഞുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് വഴികളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നൂബി പറഞ്ഞു ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്ന്. എനിവേ അപ്പോൾ അങ്ങോട്ട് മെയിൻ റോഡിലോട്ടൊന്ന് നടന്ന് പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. മെയിൻ റോഡിൽ കൂടെ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. റോഡെല്ലാം വെരി ക്ലീൻ ആണ്, വണ്ടിയെല്ലാം പോകുന്നു. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണേ. അപ്പോൾ മോട്ടോർ ഹോമിങ് ഇൻ സ്നോയി വെതറും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ നല്ല വാമായിരുന്നു, നമ്മുടെ ഹീറ്റിംഗ് എല്ലാം വർക്ക് ചെയ്യുന്നു. ഇവിടെ പൊതുവെ ഇന്ന് ടൂറിസ്റ്റുകൾ കുറവാണ്. കാരണം ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ ലോക്കൽ ടൂറിസ്റ്റുകൾ വെതറൊക്കെ നോക്കിയിട്ടേ വരുള്ളൂ. ഇവിടെ വർക്കൊക്കെ ആസ് യൂഷ്വൽ കേട്ടോ. ഇവിടെ ഈ സ്നോയി വെതറൊന്നും ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കില്ല ഇവരുടെ ഡെയിലി ലൈഫിൽ. നമ്മുടെ മോട്ടോർ ഹോം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്നോയി വെതർ നോക്കിയപ്പോൾ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ സ്നോ കുറയുന്നതായിട്ടാണ് കാണിച്ചേക്കണേ. ക്ലൗഡിയാണ്, എന്നാലും രണ്ടും കൽപ്പിച്ച് ഡ്രൈവ് ചെയ്ത് ഗ്രിൻഡൽവാൾഡിലോട്ട് പോകാമെന്ന് നൂബി പറഞ്ഞു. അപ്പോൾ പോകാൻ തീരുമാനിച്ചു. പോയോ അതേ സ്നോ മൗണ്ടൻ അങ്ങോട്ട്. ഇത് മോട്ടോർ ഹോമിൻ്റെ അകത്തുനിന്ന് വിൻഡോയിൽ കൂടെ ഉള്ള വ്യൂ ആണ്. പുറത്ത് നല്ല തണുപ്പാണില്ല, അകത്ത് നല്ല വാമാണ്. ഒരു ചായ കുടിച്ച് ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോണേ അറിയത്തേയില്ല. അങ്ങ് മൗണ്ടൻ്റെ മുകളിൽ നല്ലതായിട്ട് മഞ്ഞൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ അങ്ങറ്റത്ത് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, ബ്രൈറ്റ് ലൈറ്റ് കാണുന്നുണ്ട് അങ്ങറ്റത്ത്. ഈ അരയണങ്ങൾക്ക് വിശക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കുറച്ച് ബ്രെഡ് എടുത്ത് കൊടുത്താലോ?
ഇന്ന് നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല എന്ന് തോന്നണേ തിന്നാൻ. നല്ല ബ്രെഡും എടുത്ത് തിന്നല്ലോ അത് നിങ്ങൾ വിശക്കുറന്ന് തോന്നണേ. ഇവിടുത്തെ ഒത്തിരി ഹൗസുകളും ഇങ്ങനെ വുഡിലാണ് പണി ചെയ്തേക്കണത്. നല്ല രസമല്ലേ കാണാൻ, ഒരു ക്ലാസിക് ലുക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഗ്രിൻഡൽ വാൾഡിലോട്ടുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം മഞ്ഞ് മാറി മഴയായി. നമ്മളിപ്പോൾ 3-4 പ്രാവശ്യമല്ലേ മോട്ടോർ ഹോമായിട്ട് ഇങ്ങോട്ട്. ഇനി നമുക്ക് വേറെ വല്ലയിടത്തോട്ടും പോവാം അല്ലേ, വേറെ സ്ഥലങ്ങളിലോട്ട്. നീ മടുത്തോ? ഇത്രയും വന്നപ്പോഴേക്കും ആകെ 3-4 പ്രാവശ്യം വന്നിട്ട് 4ാമത്തെ പ്രാവശ്യം വരുന്നത്. ഇത്രയും നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലം പിന്നെ വേറെ എവിടെയാ ഉള്ളത് ലോകത്ത്? അല്ലല്ല, മടുത്തിട്ടല്ല. എനിക്ക് സ്വിറ്റ്സർലൻഡ് ഭയങ്കര ഇഷ്ടമാണ് എത്ര പ്രാവശ്യം വന്നാലും. പക്ഷെ വേറെ സ്ഥലം കാണണ്ടേ നമുക്ക്. ഇത് തന്നെ അങ്ങനെയല്ല, ഇത് സ്വിറ്റ്സർലൻഡിന്റെ മിഡിൽ പാർട്ടാണ് ഇന്റർലാക്കൻ. ഇവിടെ നിന്ന് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാനായിട്ട് ഈസിയാണ്. എവിടെ വേണമെങ്കിലും പോയി ഒരു വ്യൂ പോയിന്റിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പാർക്ക് ചെയ്യണത്. ഇതൊക്കെ സൈക്കിള് ചവിട്ടി കയറ്റിക്കൊണ്ട് വരുന്നത് ആൾക്കാർ സമ്മതിക്കും. അതെ അതെ, അപാരം. നമ്മളിപ്പോ എത്ര മൈൽ ഓടിച്ചിട്ട വീട്ടിൽ നിന്ന് ഇവിടെ വരെ മൊത്തത്തിൽ എത്ര മൈലായി? ഏകദേശം ഒരു 750 മൈലുണ്ട്. 750 മൈൽ ഓടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ബ്രിസ്റ്റോളിൽ നിന്ന് ഇന്റർലാക്കൻ വരെ എത്താൻ പറ്റും. അതൊരു 13 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ, കണ്ടിന്യൂസ് ഓടിക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ 2 ദിവസം കൊണ്ട് അവിടെ എത്തിയത്. ഇത് ഗ്രിൻഡൽവാൾഡിലെ ഒരു ചെറിയ ടൗൺ ഏരിയ എന്ന് തോന്നുന്നു. ഇന്നപ്പടി മഴയും സ്നോ ഒക്കെ ആയിപ്പോയി. സമ്മർ ആയിരുന്നെങ്കിൽ നമുക്ക് ഫുർക്ക പാസിന്റെ മുകളിൽ പോകായിരുന്നു അല്ലേ? നല്ല രസമല്ലേ അവിടെ? ഫുർക്ക പാസ് സമ്മറിന്റെ സമയത്ത് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതായത് മെയ് തുടങ്ങിയാന്ന് തോന്നുന്നു അത് ഓപ്പൺ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫുർക്ക പാസിലോ അല്ലെങ്കിൽ ഗ്രീൻസെൽ പാസിലോ. ഇപ്പൊ നാട്ടിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് കുറെ പാക്കേജ് ടൂർ ഉണ്ടല്ലോ. ഇവര് എത്ര രൂപ കൊടുത്തിട്ടാന്ന് പറയുമ്പോ ഈ സ്വിറ്റ്സർലൻഡിൽ 7 നൈറ്റ്സ് കാണാൻ വരുന്നത്? ഭയങ്കര പൈസ 5 ലക്ഷം രൂപ പെർ പേഴ്സണ് കൊടുത്തിട്ട് വരുന്നത്. തലയ്ക്ക് ഓളാണ് അങ്ങനെ വരാനായിട്ട്. നമുക്ക് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാസം ഇവിടെ താമസിക്കായിരുന്നു. ശരിയാ. പക്ഷെ അന്ന് ചില ആൾക്കാർ നാട്ടിൽ നിന്ന് 7 നൈറ്റ്സിന് വേണ്ടിട്ട് 5 ലക്ഷം ഒക്കെ കൊടുത്ത്. നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ, അവർക്കപ്പൊ ഒന്നും അറിയണ്ട, വന്നാ മതി. പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടാവില്ല. നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വന്ന് കണ്ടുപിടിച്ച് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ മറക്കാണ്ടിരിക്കുള്ളൂ. ടോളൊന്നും അറിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എത്ര ടോളായി ശരിക്കും? ഇപ്പൊ നമ്മൾ 100 പൗണ്ടോളാണ് ഫ്രാൻസിൽ കൂടെ വന്നപ്പോ നമുക്ക് ടോള് വന്നു 1 സൈഡ്. കാരണം ഇതൊരു കാറ് പോലെയല്ലല്ലോ കൺസിഡർ ചെയ്യണത്. ഈ വണ്ടി ഇത്തിരി കൂടി ഹെവി ആയതുകൊണ്ട് ഒരു ട്രക്കിന്റെ ടോൾ ചാർജ് കൊടുക്കുന്നുണ്ട്. ഇത് താഴെയുള്ള വീടുകളുടെ മുകളിലേക്കിട്ടുള്ള കമ്പിയില്ലേ, അത് കേബിൾ കാർ റൈഡിൻ്റെ ആണെന്ന് തോന്നണം അല്ലേ? മലമുകളിലോട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോണത്. ഈ വീടുകളൊക്കെ കണ്ടിട്ട് പുതിയതായിട്ട് പണിത പോലെയുണ്ട്. നമ്മൾ പണ്ട് വന്നപ്പോ ജർമ്മനിയിലും ബെൽജിയത്തിലൊന്നും ടോളില്ലായിരുന്നു. നമ്മൾ ആ വഴി സ്വിറ്റ്സർലൻഡിലേക്ക് വരാം. അപ്പൊ പക്ഷെ സമയം കൂടുതൽ എടുക്കും. അന്ന് നമ്മള് ജർമ്മനിയും ബെൽജിയം ലക്സംബർഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നോണ്ടല്ലേ അപ്പൊ ടോൾ ഉണ്ടായില്ല. പക്ഷെ സമയം കൂടുതൽ എടുക്കും. ഇപ്പൊ ഷോർട്ട് കട്ട്. ഇപ്പൊ നമ്മള് ഗ്രിൻഡൽവാൾഡിന്റെ ടോപ്പിലാട്ടോ. നമ്മള് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് താഴെയാണ്. അതിന്റെ മേലേക്കാണ് ഒരു ഈഗർ എക്സ്പ്രസ്സോ അങ്ങനെയാണ് ഒരു ട്രെയിനിന്റെ പേര്. അവിടെ വരെ കയറിപ്പോവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മേലേക്ക് വേറൊരു ട്രെയിൻ കയറണം. അപ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എത്തും. അത് ഏതാണ്ട് ഒരു 3500-4000 മീറ്റർ ഉയരത്തിലാണ്. ഇപ്പൊ യുകെന്ന് ഫ്ലിക്സ് ബസ് ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. എത്രയായാലും ഫ്ലിക്സ് ബസ്സിനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം 25 പൗണ്ടിന് ടിക്കറ്റ് കണ്ടു കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ വരാം. അപ്പം വരാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ വഴിക്ക് നമ്മൾ കാറിൽ വന്നത് ഓർക്കണ്ട.
കാറ് ഹയർ ചെയ്തിട്ട് കഴിഞ്ഞു. അതെ അതെ അതെ. അപ്പൊ അവരും കാറിലായതുകൊണ്ടാണ് നമ്മളൊന്ന് കാറ് ഹയർ ചെയ്തിട്ട് വന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ എം ടി സ്പേസ് അല്ലാണ്ട് ഒന്നും ഫ്രീ അല്ല അവിടെ. ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോ ശരിക്കും മഞ്ഞിന്റെ അകത്തോട്ട് കുറച്ചുകൂടെ അകത്തോട്ട് പോയില്ലേ? പക്ഷെ അതേമാതിരി ഒന്നും എല്ലായിടത്തും കൂടെ ഓടിക്കാൻ പറ്റില്ല. മൗണ്ടൻ റോഡുകൾ ഒന്നും ഓടിക്കുന്നത് സേഫ് അല്ലേ. നമ്മുടെ വണ്ടി നമുക്ക് ഒരു പീസായിട്ട് വീട്ടിൽ കൊണ്ടുപോണ്ടേ. പക്ഷെ അത് സമ്മറിലായിരുന്നു. അന്ന് നമുക്ക് മോട്ടോർ ഹോമായിട്ട് ഫർക്ക് അപ്പാസിന്റെ മേലെ വൈൽഡ് ക്യാമ്പിങ് ചെയ്യായിരുന്നു. നല്ല കയറ്റാ. അയ്യോ, താഴോട്ട് നോക്കിയ പേടിയാവണം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല തോന്നണം അല്ലേ? ഇല്ല ഇല്ല, ഇവിടുന്ന് ആ അങ്ങാറ്റം കാണുന്നില്ലേ, അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല. ഇവിടെ ബസ്സൊക്കെ തിരിക്കാൻ വരുന്ന സ്ഥലം. ഇവിടെ ഈ റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു വൈൽഡ് ഏരിയയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ലില്ല, താഴെ യങ് ഫ്രോന്റെ ആ ബേസ് ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മേലെ കേബിൾ കാർ റൈഡിന് പോയിട്ട് യങ് ഫ്രോന്റെ ടോപ്പിലെത്താം. ഇനി നമുക്ക് പതുക്കെ തിരിച്ചു പോയാലോ? അപ്പൊ നമ്മൾ മുമ്പ് വന്നപ്പോ ഈ വഴിക്കല്ലേ വന്നേ? അല്ല, നമ്മൾ ആ യങ് ഫ്രോന്റെ ബേസ് ക്യാമ്പ് വരെ വന്നുള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് ടൈം അവിടേക്ക് എത്തണം. നമ്മൾ ഈ പാസ് കയറി വന്നപ്പോഴേ കുറെ വണ്ടികളെ ബാക്ക്ലോഗ് ആക്കി അവരെല്ലാം ഒരു സൈഡാക്കി കയറ്റി വിട്ടിട്ടാണ് ഇപ്പൊ അതൊക്കെ ഇറങ്ങി പോണേ. പല റോഡുകളും ഇപ്പൊ ക്ലോസ്ഡാ. മൗണ്ടൻ പാസസ് എല്ലാം ക്ലോസ്ഡാ. നമുക്ക് പോകാൻ പറ്റുന്ന റോഡുകൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതൊരു സ്വിസ് വില്ലേജ്, അനദർ സ്വിസ് വില്ലേജ്, വെരി ക്ലോസ് ടു ഗ്രിൻഡൽ വാൾഡ്. ഇവിടെ ഫാമിംഗ് ആണ് മെയിൻ പരിപാടി.
ഉണ്ടായിരുന്നു അല്ലേ? ആ അന്ന് നമ്മള് പിന്നെ കേബിൾ കാർ റൈഡും കുറച്ച്. അതെ തന്നെ സ്വിസ് പാസ് എടുത്തിട്ടല്ലേ നമ്മൾ അന്ന് ഓൾ ഓവർ സ്വിറ്റ്സർലൻഡ് 3 ദിവസം കൊണ്ട് ട്രൈ ചെയ്തു. അന്ന് കുറച്ച് ആ ജംഗ്ഫോർഡ് മുകളിലൊക്കെ പോയപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാം. എന്തായിരുന്നു ഓട്ടം ഒന്ന് തിരിച്ച്? അന്ന് ഞാൻ ഓടും. അന്ന് എന്നെ കാണാതായത്. എനിക്ക് കുറച്ച് ക്യാമറ ഷൈ ആണ്, പറ്റിയ ആളാ. അതുകൊണ്ട് നീ പക്ഷെ 2 വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ജോക്കുട്ടന് ജംഗ്ഫോർഡ് മുകളിൽ വന്നപ്പോ വയ്യാതായതല്ല, അവന് ബോറടിച്ച. അല്ലല്ല, അവനിങ്ങനെ തല ഇറങ്ങും പോലെ എനിക്ക് തോന്നുന്നു അവിടെ ഓക്സിജൻ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അങ്ങനെയായിട്ടാണോ? എനിക്കുള്ള ഓക്സിജൻ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ട്രഡീഷണൽ ഷാലറ്റ് സ്റ്റൈൽ ഹൗസസ് ആണ് തോന്നുന്നത്, എസ്പെഷ്യലി മൗണ്ടൻ ഏരിയാസിലെല്ലാം അങ്ങനെയാണ്. കൂടുതലും വുഡ് കൊണ്ടുണ്ടാക്കിയ ഹൗസുകളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. After 300 yards, cross the roundabout and take the second exit. അതാണ് സ്വിസ് ഹൗസസ്. എന്താ ബ്യൂട്ടിഫുൾ നോക്കി. ഓൾഡ് സ്വിസ് ഹൗസസ് ഈ സൈഡിൽ കാണുന്നതല്ല. വെരി ബ്യൂട്ടിഫുൾ. ആ വില്ലേജിലെ ഹൗസസ് ഉണ്ട്, എല്ലാം റൂഫ് ഇങ്ങനെ. ഇവിടെ ഇങ്ങനത്തെ റൂഫ് വെക്കണ എന്താന്നറിയാ പേപ്പേ? സ്നോ വരുമ്പോ സ്ലിപ്പായിട്ട് താഴേക്ക് വരാനായിട്ട്. അതുകൊണ്ട് ഫ്ലാറ്റ് റൂഫ്സ് വെക്കില്ല. ഫ്ലാറ്റ് റൂഫ് വെച്ച് കഴിഞ്ഞാൽ സ്നോ അക്യുമുലേറ്റ്